നാറ്റോ വിടുന്ന കാര്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാര്യമായി ആലോചിക്കുന്നുവെന്ന് ബ്രിട്ടീഷ് ദിനപത്രമായ ദ ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിലെ യുദ്ധം പൂർത്തിയാക്കിയ ശേഷം നാറ്റോ വിട്ടേക്കുമെന്ന സൂചനയാണ് നൽകിയത്. നാറ്റോയെ കടലാസ് പുലിയെന്നാണ് ട്രംപ് വിളിച്ചത്. ബ്രിട്ടീഷ് നാവികസേന പഴഞ്ചനാണെന്നും അവർക്ക് പ്രവർത്തിക്കാനാവാത്ത വിമാനവാഹിനികളാണ് ഉള്ളതെന്നും ട്രംപ് പരിഹസിച്ചു. ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് ദിനപത്രമായ ദ ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിത കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനായി നാവിക അകമ്പടി നൽകാൻ നാറ്റോ സഖ്യകക്ഷികളോട് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. നിരന്തരം ചോദിച്ചിട്ടും ഇറാനു നേരെയുള്ള യുദ്ധത്തിൽ വേണ്ടത്ര സഹായം അവരിൽ നിന്ന് കിട്ടാത്തതിൽ ട്രംപ് വലിയ നീരസത്തിലുമായി. അതേസമയം യുദ്ധം പൂർത്തിയാക്കിയ ശേഷം നാറ്റോയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അന്തിമ തീരുമാനം പ്രസിഡന്റ് ട്രംപിന്റേതായിരിക്കുമെന്നും US സെനറ്റിലുണ്ടായിരുന്ന കാലത്ത് നാറ്റോയ്ക്ക് വലിയ മൂല്യം കൽപ്പിക്കുകയും അവർക്കുവേണ്ടി വാദിക്കുകയും ചെയ്തിരുന്നുവെന്നും ഇറാനെ ആക്രമിച്ച യുദ്ധത്തിന്റെ ഭാഗമാകാൻ നാറ്റോ സഖ്യകക്ഷികളോട് US പറഞ്ഞിട്ടില്ലെന്നും അവരുടെ താവളങ്ങൾ വിട്ടുതരണമെന്നു മാത്രമാണ് പറഞ്ഞതെന്നും അതിനുള്ള ഉത്തരം പറ്റില്ലെന്നാണെങ്കിൽ പിന്നെ എന്തിന് നാറ്റോയിൽ തുടരണമെന്നും റൂബിയോ ചോദിച്ചു. ഇറാൻ യുദ്ധത്തിൽ US-നെ സഹായിക്കാത്തതിന്റെ പേരിലുള്ള കടുത്ത ഭിന്നത നിലനിൽക്കെയാണ് സൈനിക സഖ്യമായ നാറ്റോ വിടുന്ന കാര്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആലോചനാ വിഷയമാക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.